ഉസ്താദും ഈ മനുഷ്യനും ഗൾഫിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കോഴിക്കോട് രണ്ടുപേരും ഒരുമിച്ച് കൂടാൻ. ഉസ്താദിനെ കൊണ്ടുപോകാൻ വാഹനം എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ വാഹനം വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അങ്ങനെ മക്കളെല്ലാവരും ചേർന്ന് ഓടി വന്നു. ആ മനുഷ്യൻ മൂത്ത മോളോട് ചോദിച്ചു, മോളെ, ഉമ്മ എവിടെയെന്ന്. മിനിഞ്ഞാന്ന് വരെ സംസാരിച്ച് വീട് കയറ്റാനും എല്ലാത്തിനും ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഡീല് ചെയ്ത് ഒരു കുടിയിരിക്കലിന്റെ വക്കത്തെത്തി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരുപാട് കാലം വാടക വീട്ടിലൊക്കെ താമസിച്ച ഒരു കുടുംബാകുമ്പോൾ ആ മൂത്ത മകൾ ഉപ്പയോട് പറയുന്നത് ആ ഉസ്താദ് കേൾക്കാണ്, ഉപ്പ നിങ്ങളോട് പറയാതിരുന്നതാണ്, ഉമ്മ ഇന്നലെ വേറെ ഒരാളെ കൂടെ ചാടിപ്പോയി എന്ന്. ഇത് ഒന്നല്ല രണ്ടല്ല, പലയിടങ്ങളിലും പല രൂപങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാണെങ്കിൽ ആമീൻ പറഞ്ഞോളീന്ന്. അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ സഹായം, ഒരു തൗഫീഖ് എല്ലാത്തിനും വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ്, അള്ളാഹുവിൻ്റെ ഒരു സഹായം നമ്മളെ എല്ലാ മേഖലകളിലും വേണം. ഞാൻ വലിയ പഠിപ്പിസ്റ്റാണ് എന്ന് മോന് പറയുന്നുണ്ട്, പക്ഷേ ചില വേളകളിൽ അവൻ കുടുങ്ങിപ്പോകും. അതല്ലെങ്കിൽ ആരോഗ്യമുള്ളവനാണെന്ന് നമ്മളൊക്കെ പറയും. ചില വേളകളെത്തുമ്പോൾ നമ്മൾ തളർന്നു പോകും. ചില രോഗങ്ങളൊക്കെ അഡിക്റ്റായി പോയാൽ നമ്മൾ തളർന്നു പോകും. അപ്പോഴെല്ലാം നമുക്ക് ആവശ്യം റബ്ബിന്റെ സഹായമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, ബാപ്പ മക്കളുടെ ജീവിതത്തിൽ, ഉമ്മ മക്കളുടെ ജീവിതത്തിൽ, അമ്മായിമ്മ മരുമക്കളുടെ ജീവിതത്തിൽ, അയൽവാസികൾക്കിടയിലുള്ള ജീവിതത്തിൽ റബ്ബിന്റെ ഒരു സഹായവും ഒരു തൗഫീഖിനും വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം.